ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ജലഗതാഗത വകുപ്പിന്റെ ആലപ്പുഴയിലുള്ള ബോട്ട് ജെട്ടിയിലെ വേഗ എന്ന് പറയുന്ന ബോട്ടിലെ യാത്രാ അനുഭവങ്ങളും അവിടെ നമ്മൾ കണ്ട കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. ആലപ്പുഴയിലെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഈ ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ട്രെയിനാണ് ആലപ്പുഴയിൽ എത്തിച്ചേരുന്നതെങ്കിൽ അവിടെ നിന്നും ഒരു 13 രൂപ ബസ്സിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിലെ ഈ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ബോട്ടിൽ യാത്ര ചെയ്യാനായി നമ്മൾ നേരത്തെ തന്നെ വിളിച്ചു ബുക്ക് ചെയ്യണം. കൂടാതെ ഈ ബോട്ടിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 സെക്ഷനായിട്ടാണ്, AC-യും നോൺ AC-യും. AC-ക്ക് 600 രൂപയും നോൺ AC സീറ്റുകൾക്ക് 400 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. ബോട്ട് യാത്ര ആരംഭിക്കുന്നത് 11 മണിയോട് കൂടിയാണെങ്കിൽ പോലും 10 മണിയോട് കൂടി നമ്മൾ അവിടെ എത്തിച്ചേരുന്നതാണ് ഏറ്റവും നല്ലത്. മുഴുവൻ സഞ്ചാരികൾക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പേരുള്ള ഊഷ്മളമായ സ്വാഗതം ആശംസിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. സ്നേഹമുള്ള സഞ്ചാരികളെ, നമ്മളിന്ന് ഈ യാത്ര തുടരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് ഒരു ചെറു വിവരണത്തോടുകൂടി യാത്ര ആരംഭിക്കാം. 1957 ഒരു ഓഗസ്റ്റ് മാസം 17-ാം തീയതി ദിവാൻ രാജാ കേശവദാസ് വിഭാവന ചെയ്ത ആലപ്പുഴയിലെ ചെറു തുറമുഖ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന ഈ വടൈക്കനാലിന്റെ തീരത്തായി പകട്ടോടെ തലയുയർത്തിരിക്കുന്ന നമ്മുടെ ചരിത്ര മന്ദിരം കൂടിയായ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം 5ഓളം മിനിറ്റ് പിന്നിടുമ്പോൾ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമട കായലിലേക്കാണ് ആദ്യമായി നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒഴുകുന്ന ആഡംബര ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒട്ടനേകം പുരമിച്ചികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ കാഴ്ചയിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒട്ടനവധി വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും താണ്ടി ഏകദേശം അരമണിക്കൂറോളം പിന്നിടുമ്പോൾ സായി എന്ന് ചുരുക്കപ്പേർ അറിയപ്പെടുന്ന കായിക പരിശീലന കേന്ദ്രവും പിന്നിട്ട് വീണ്ടും നമ്മൾ എത്തിച്ചേരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയുമായ വേമ്പനാട് കായലിലെ തീരങ്ങളെ കാണാം. വേമ്പനാട് കായൽ കൂടി വേമ്പനാട് കായലിന്റെ മുഴുവൻ ദൃശ്യഭംഗി നമ്മൾ ആവോളം ആസ്വദിച്ച് ഏകദേശം 1 മണിക്കൂറോളം ചുറ്റി സഞ്ചരിച്ചു കഴിയുമ്പോൾ കായലിന്റെ തന്നെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജലദ്വീപ് കൂടിയായ പാതിരാമണലിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പുറത്ത് നമ്മൾ കണ്ട അതിമനോഹരമായ കാഴ്ചകൾ പോലെ തന്നെ ബോട്ടിനുള്ളിലും നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ബോട്ട് ജീവനക്കാരെയും അവരോടൊപ്പം എല്ലാം മറന്ന് സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന സഞ്ചാരികളെയും നമുക്കിവിടെ കാണാം. പ്രായഭേദമന്യേ ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ എല്ലാം മറന്ന് ആടുകയും പാടുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇരു സൈഡുകളും കാണാൻ പറ്റുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ശിക്കാരി ബോട്ടുകളും നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ആയിട്ടുള്ള സി കുട്ടനാട് ഡബിൾ ഡെക്കർ ബോട്ടും നിങ്ങൾക്ക് ഒരു സൈഡിൽ കാണാവുന്നതാണ്. ശിക്കാര ബോട്ടിന് ഒരു ട്രിപ്പിന് 1000 മുതൽ 1500 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഇത് സീസൺ അനുസരിച്ച് വ്യത്യാസമുണ്ടാകും. നമ്മുടെ ഈ ബോട്ട് യാത്രയിലെ എല്ലാ പേയ്മെന്റുകളും നമ്മുടെ ക്യാഷ് പേയ്മെന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അവിടെ ഗൂഗിൾ പേ സ്വീകരിക്കുന്നതല്ല.
ഒരു നീണ്ട നിര തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കാഴ്ചകൾ സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചയിലൂടെയാണ് നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ. ഏകദേശം 10,000-ഓളം വരുന്ന വിനോദ സഞ്ചാരികൾ കുട്ടനാട് സന്ദർശിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൗസ് ബോട്ട് ടെർമിനലാണ് നമ്മുടെ ജലവാഹനത്തിന്റെ ഇടതു ഭാഗത്തായി കാണപ്പെടുന്നത്. വീണ്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ സമുച്ചയം റമദാൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. 121 റൂമുകളുള്ള ഈ ഹോട്ടലിന്റെ മറ്റൊരു സവിശേഷത പുന്നമട കായലിലേക്ക് അഭിമുഖമായാണ് ഈ റൂമുകളുടെ എല്ലാം സജ്ജീകരണങ്ങൾ. ഒപ്പം തന്നെ ഏകദേശം 8,000 രൂപ മുതൽ 40,000 രൂപ വരെ ദിവസ വാടക ഈടാക്കുന്ന ആ ഹോട്ടൽ സമുച്ചയമാണ് കാണപ്പെടുന്നത്. കൂടാതെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പ്രാദേശിക നാമം ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആ വള്ളംകളി നമ്മൾ പലരും ടെലിവിഷനിലൂടെ കണ്ടു കാണും അല്ലേ? ഏതാണ്ട് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ വിജയിയും തെരഞ്ഞെടുത്തത്. ഏകദേശം 40 മുതൽ 45 ദിവസം വരെയുള്ള ചിട്ടയായ പരിശീലനത്തിന്റെ ആകെ തുകയായ അതിന്റെ ഫിനിഷിംഗ് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കാഴ്ചകളിലേക്ക് പോവുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 കാലഘട്ടത്തിൽ ഒരു ഡിസംബർ മാസം 27-ാം തീയതി തന്റെ മകൾ ഇന്ദിരയുമായി കുട്ടനാട് സന്ദർശനത്തിന്റെ ഭാഗമായി കോട്ടയത്തിൽ നിന്നും ആലപ്പുഴയിലേക്ക് ജലമാർഗം എത്തിച്ചേരുകയുണ്ടായി. അന്ന് ആലപ്പുഴയിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയെ ആലപ്പുഴക്കാർ വരവേറ്റത് ഒരു ജലോത്സവം അഥവാ ഒരു വള്ളംകളി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. കരയും കായലും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒരേ ലെവലിൽ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഭയങ്കര ഭംഗിയായിരുന്നു എല്ലാ കാഴ്ചകളും രണ്ട് സൈഡിൽ നിന്നും നോക്കിയാലും കാണാൻ പറ്റുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയേറെ ബോട്ടുകൾ ഒരുമിച്ച് കാണുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ബോട്ടുകളുടെ ഒരു മഹാസാഗരം തന്നെയായിരുന്നു അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എത്രത്തോളം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല വാക്കുകളിലൂടെ. ശരിക്കും നമ്മളത് പോയി കണ്ട് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് മതിമറന്നിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഓരോ സൈഡിൽ കൂടെയും സ്പീഡ് ബോട്ടുകളും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അത്രയും നേരം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഉയരത്തിൽ ഒരേപോലെ കിടക്കുന്ന കരയുടെയും കായലിന്റെയും കാഴ്ചകളും അതുപോലെ തന്നെ ഇടയ്ക്കിടെ വന്നു പോകുന്ന പല വർണ്ണങ്ങളിലുള്ള സ്പീഡ് ബോട്ടുകളുടെ കാഴ്ചകളും എല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നതും അതുപോലെ തന്നെ സഞ്ചാരികളെ അമ്പരിപ്പിക്കുന്നതുമായ കാഴ്ചകളായിരുന്നു. ഇരുന്നു മടുത്തു എന്ന് തോന്നലുണ്ടാക്കാത്ത വിധത്തിൽ വീണ്ടും നമ്മുടെ ബോട്ടിലെ ജീവനക്കാര് പാട്ടും ഡാൻസുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. എല്ലാവരും ആർത്തുല്ലസിച്ച് ഡാൻസ് ചെയ്യുന്നതും അവരുടെ എല്ലാം സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും മതിമറന്ന് ആടുന്നതും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് വീണ്ടും നമ്മുടെ കായലിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ മീൻപിടുത്തക്കാരുടെ ചീനവലകളും നിങ്ങൾക്ക് ഒരു സൈഡിൽ കാണാൻ പറ്റും. പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം തുടങ്ങിയ ദ്വീപുകൾ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിലെ പാതിരാമണൽ എന്ന് പറയുന്ന കൊച്ചു ദ്വീപിലോട്ടാണ് നമ്മുടെ ബോട്ട് ഇപ്പോൾ എത്തിച്ചേരുന്നത്. വേമ്പനാട്ട് കായലിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന 50 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ദ്വീപാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്ന കൊച്ചു ദ്വീപ്. പക്ഷി നിരീക്ഷണത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ കയറാൻ നമ്മൾ ഓരോരുത്തരും 20 രൂപ ടിക്കറ്റാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഓൾറെഡി പാതിരാമണലിൽ എത്തി. നമ്മളെല്ലാം ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും പാതിരാമണൽ സന്ദർശിക്കാൻ വേണ്ടി കൊച്ചു വള്ളങ്ങളിലും കുഞ്ഞു ബോട്ടുകളിലൊക്കെ വരുന്ന ഒരുപാട് പേരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിപ്പം പാതിരാമണലിൽ നമ്മൾ ഇറങ്ങി നിന്നിട്ട് നമ്മൾ കായലിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വേഗ എന്ന് പറയുന്ന ബോട്ട്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അവിടെ. 20 രൂപ ടിക്കറ്റ് ഒക്കെ നമ്മൾ എടുത്ത് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പാതിരാമണലിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഷോപ്പാണ്. അതിൽ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സുകളും പിന്നെ ജ്യൂസ് ഐറ്റംസ് ആയിട്ടും സർബത്തുകളായിട്ടൊക്കെ എല്ലാം കുടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇതിലൂടെ നടന്ന് വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്നും ജീവിതത്തിലെ ഏത് കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളായാലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഇവനൊരു ഊഞ്ഞാല് കണ്ടാൽ പോലും അതിൽ പോലും ആടി ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ഇതിലൂടെ കാണുന്നത്. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ കുറച്ചു ദൂരം കല്ലു പതിപ്പിച്ച വഴിയും പിന്നീട് അങ്ങോട്ട് മൺപാതയുമാണ് നമുക്ക് നടക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു 30 തൊട്ട് 35 മിനിറ്റോളം നമുക്ക് ഈ പാതിരാമണലില് ഇറങ്ങി നടന്ന് വിസിറ്റ് ചെയ്യുവാനും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുവാനും ഉള്ള സമയമാണ്. അപ്പം നമ്മളെല്ലാവരും ഇനി മുന്നോട്ട് നടന്ന് നിങ്ങൾക്ക് കാണാം, ആൾക്കാരെല്ലാവരും ഇറങ്ങി നടന്ന് വാച്ച് ചെയ്യുന്നതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ സ്ഥലത്തിന്. അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇവിടെ നമ്മൾ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പിഴയുണ്ട്. അങ്ങനെ നമ്മൾ വേഗത്തിൽ തന്നെ നടന്ന് മുന്നോട്ട് നീങ്ങിയാണ്. കാരണം നമുക്ക് 35 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മടുത്തു എന്ന് തോന്നുന്നവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ ഇരിക്കുവാൻ വേണ്ടി 2 സൈഡിലും ഇരിപ്പിടങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ച സമയമായിരുന്നെങ്കിലും ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടക്കാനുണ്ടെങ്കിലും ഒട്ടും മടുപ്പും തോന്നിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ആരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാതിരാമണലിലെ ഒരു അന്തേവാസി തന്നെയായിരുന്നു. പുള്ളിയാകട്ടെ ആരെയും മൈൻഡ് ആക്കാതെ പുള്ളിയുടെ പണിയിൽ വ്യാപൃതനായിരുന്നു. ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം പുള്ളി ഉച്ചഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നു. എല്ലാവർക്കും ഒരു ഹരം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കുറേ നേരം നമ്മളെ അതിനെ നോക്കി നിൽക്കുകയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. കക്ഷിക്ക് എന്നാലും ആരെയും ഒരു പേടിയോ മൈൻഡോ ഒന്നും ഇല്ലാതെ പുള്ളിയുടെ പണിയിൽ വ്യാപൃതനായിരിക്കുന്നത് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴാണ് നമുക്കൊരു ക്ഷേത്രം കാണാം. ഗുരുദേവ ക്ഷേത്രം പാതിരാമണൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡും നമുക്കവിടെ കാണാൻ പറ്റും. ക്ഷേത്രത്തിന് അടുത്തായിട്ട് ഒരു പ്ലേ ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയി. കൂടെ നമുക്ക് ഒരു ബാമ്പു കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രീ ഹൗസ് ആണ്. പക്ഷെ ട്രീയിലല്ല അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും അടിപൊളിയാണ്. നമുക്ക് അതിൽ കയറി നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അതിനകത്ത് കയറി ഫോട്ടോ എടുക്കുകയും തിരിച്ചിറങ്ങുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ പ്ലേ ഏരിയയുടെ സൈഡിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ ചെറിയൊരു വഴിയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ട് ചെല്ലുന്ന ഒരു പ്രതീതിയാണ്. നിറയെ വള്ളിക്കെട്ടുകളും മരങ്ങളും എല്ലാം നിന്ന് ഇടുങ്ങിയ വഴിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ശരിക്കുള്ളൊരു ഫീലാണ്. വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ കുനിഞ്ഞു വേണം നമ്മൾ പല ഏരിയയിലും നമ്മൾ നടന്നു പോകുവാൻ. നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്ന് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പഴയ വഴിയിലോട്ട് വീണ്ടും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വീണ്ടും കുറച്ച് നമ്മളിപ്പോൾ നടന്ന പോലെ തന്നെ വീണ്ടും നമുക്കൊരു 10 മിനിറ്റോടെ നടന്നാലേ നമ്മൾ ബോട്ടിനടുത്തോട്ട് എത്തുകയുള്ളൂ. ആൾക്കാരെല്ലാവരും സ്പീഡിൽ നടന്നു പോവുകയാണ്. അപ്പം നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം ഏകദേശം കഴിയാറായി. അതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് നടന്ന് നമ്മൾ ബോട്ടിനടുത്ത് എത്താറായപ്പോൾ നമുക്ക് ഇടത് സൈഡിലായിട്ട് ഒരു ട്രീ ഹൗസ് കാണാം. വളരെ ഉയരത്തിൽ നിർമ്മിച്ച ഒരു ട്രീ ഹൗസ് ആണ്. അവിടെ നിന്ന് നമ്മുടെ കായലിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോട്ടിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമുക്കും വേഗം പോകാം. അങ്ങനെ നമ്മൾ ബോട്ടിനുള്ളിലെത്തി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഏകദേശം ഫുഡ് കഴിച്ച് കഴിയാറായിരുന്നു. നമ്മൾ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് ഇച്ചിരി താമസിച്ചു പോയി. നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ചോറും മീൻകറിയും മീൻ വറുത്തതും മോരുകറിയും തോരനും അവിയലും എല്ലാം ആയിട്ട് ശരിക്കും ഒരു സദ്യയുടെ വൈവാണ് നമുക്ക് തരുന്ന ഊണിന്.
പിന്നെ ഒരു ഊണിന് നമുക്ക് മേടിക്കുന്നത് 100 രൂപയാണ്. അത് നമ്മൾ ബുക്കിംഗ് ടൈമിൽ തന്നെ അവർ നമ്മളോട് ചോദിച്ചറിയുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കായലിലെ തന്നെ മത്സ്യം കരിമീൻ പൊരിച്ചതുണ്ട്. ഒരു കരിമീന് നമ്മൾ 120 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പം കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതും കുമരകത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലോട്ടാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത് കുമരകത്തെ ഹോട്ടൽ സമുച്ചയങ്ങളാണ് നിങ്ങൾ ഈ കാണപ്പെടുന്നത്. ഒരു സായം സന്ധ്യ നമ്മൾ ഇവിടെ ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ 5000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം നടന്ന G20 ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടന്ന സ്ഥലം കൂടിയാണ് ഈ കാണപ്പെടുന്ന കായൽ കാർഷിക വിനോദ സഞ്ചാര മേഖല. നമുക്കറിയാൻ പറ്റും, G20 പോലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഇവന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും. ഇതിനുമെല്ലാം ഉപരി മറ്റൊരു അറിവുകളുണ്ട്. നമുക്ക് ചിലർക്ക് അറിയാൻ പറ്റും, നമ്മുടെ വിശ്വ സാഹിത്യകാരി കൂടിയായ അരുന്ധതി റോയുടെ നാടുകൂടിയാണ് ഈ കാണപ്പെടുന്ന കൊച്ചു ഗ്രാമം. അരുന്ധതി റോയുടെ തന്നെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവൽ നമുക്കറിയാം ബുക്ക് പ്രൈസ് സമ്മാനം കിട്ടിയാണ്. ഈ കുമരകം എന്ന് പറയുന്ന പ്രദേശത്ത് ഐമനം എന്നൊരു ചെറിയ ഗ്രാമമുണ്ട്. ഈ ഐമനത്തെ കുറിച്ചൊക്കെ ആ നോവൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ മണിമല നദിയെ ചുറ്റിപ്പറ്റി ഉള്ള ആ കുട്ടനാട്ടുകാരുടെ ജനജീവിതമൊക്കെ അക്ഷരങ്ങളിലൂടെയും വളരെ ജന്മം നൽകിയ എന്നൊരു പ്രത്യേകതയുള്ള സ്ഥലം കൂടിയാണ് ഈ കാണപ്പെടുന്ന കുമരകം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ഇനി കുമരകത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. കാഴ്ചകൾ എല്ലാവരും ആ ഇടം സ്ഥലത്ത് ശ്രദ്ധിച്ച് അതിന്റെ ആ വളരെ മനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കുമരകത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. കുമരകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന് പറയുന്ന A.G. ബേക്കർ എന്ന ചുരുക്കത്തിൽ എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം അക്കാലത്ത് ഇവിടെ ബ്രിട്ടീഷ് ഭരണനിർവഹണത്തിനായിട്ട് എത്തിച്ചേരുകയും അന്ന് നമ്മുടെ നാട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്ന് കുറേയേറെ സ്ഥലങ്ങൾ അദ്ദേഹം പാട്ടത്തിനെടുത്തതിനു ശേഷം ഇവിടെ കൃഷിയോഗ്യമാക്കി മാറ്റി. നമുക്കറിയാം, ഒരു പ്രദേശം കൃഷിയോഗ്യം മാറ്റപ്പെടുമ്പോൾ തന്നെ ആ പ്രദേശത്ത് മനുഷ്യവാസയോഗം മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ ഏറ്റവും ഇഷ്ട സങ്കേതം കൂടിയാണ് കാണപ്പെടുന്ന ബേർഡ് സാഞ്ചുറി. ഒപ്പം തന്നെ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ലോകത്തിന്റെ തന്നെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ദേശാടന പക്ഷികളാണ് ഈ കുമരകം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഇവിടെ പറന്നിറങ്ങുന്നത്. ഒപ്പം തന്നെ ഏകദേശം ഒരു വർഷത്തിൽ 2 ലക്ഷത്തോളം വരുന്ന വിദേശ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി ഇടച്ചാലുകളും ഇടത്തോടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടുകാരുടെ തനത് വിഭവമായ കരിമീനും കൊഞ്ചും ഞണ്ടും കക്കയും ഒക്കെ യഥേഷ്ടം കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ്. നമ്മുടെ ബോട്ട് ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് കുട്ടനാട്ടിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഏകദേശം 1047 പല സ്ഥലങ്ങളുടെ ഗ്രാമങ്ങളുടെ പേര് തന്നെ കരി എന്ന വാക്കിൽ അവസാനിക്കുന്നുണ്ട്. രാമകരി, മിത്രക്കേരി, കരികരി, ചേതൻകരി, രജതാകരി, കുമരകരി, അങ്ങനെ പൊക്കോണ്ടിരിക്കും. എത്ര കൗതുകവും അത്ഭുതങ്ങളുമായ ആളുകളെ. ഇതാണ് ചരിത്രകാരന്മാർ ഈ കുട്ടനാട് എന്നുള്ള പേര് വരാൻ വേണ്ടി സൂചിപ്പിക്കപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ. ഇനി നമുക്ക് കുട്ടനാടിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കുട്ടനാട് സന്ദർശിച്ചിരിക്കുന്ന ഓരോ സഞ്ചാരിയും അവരെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ടതും
കുമരകത്തിൻ്റെയും കുട്ടനാടിൻ്റെയും ഒക്കെ മുഴുവൻ സൗന്ദര്യവും നമ്മൾ കണ്ട് നമ്മൾ വീണ്ടും മടങ്ങുകയാണ്. നമ്മുടെ ബോട്ട് വീണ്ടും വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല തരത്തിലും നിറത്തിലുമുള്ള ബോട്ടുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഒഴുകി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയേറെ ബോട്ടുകളുടെ ഒരു കൂട്ടം കാണുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിറയെ കുളിർമയായിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ യാത്രയിൽ ഞാൻ ഏറ്റവും നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നത് ബോട്ടിലെ ജീവനക്കാരോടും നമുക്ക് നല്ല ഫുഡ് തന്ന ചേച്ചിമാരോടൊക്കെയാണ്. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ബോട്ടിലെ ജീവനക്കാരോട് തന്നെയാണ്. കാരണം അവരുടെ മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റവും ഇടപെടലും ഒക്കെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൂടാതെ തന്നെ പുതിയതായി വന്ന് സ്ഥലം കാണാൻ എത്തുന്ന ഒരാൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിയില്ലാതെയാണ് വരുന്നത്. അപ്പോൾ ആ ഓരോ സ്ഥലത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ജീവനക്കാരും, കൂടാതെ തന്നെ സേഫ് ആയിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്ത് തിരിച്ചെത്തിക്കാൻ സഹായിച്ച ആ പേരെനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. എല്ലാവരെയും ഞാൻ ഇതിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. കൂടാതെ തന്നെ ചേച്ചിമാരുടെ ഫുഡിനെ കുറിച്ചാണ്, കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ ഫുഡിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യയുടെ ഫീൽ തന്നെയായിരുന്നു ഊണിന്. പിന്നെ ഓരോ നേരവും നമുക്ക് ചായയും സ്നാക്സും വെള്ളവും ജ്യൂസും ഐസ്ക്രീമും ഒക്കെയായി നിങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ടോട്ടലി ഞങ്ങൾക്ക് 5 മണിക്കൂർ എങ്ങനെയാണ് അതിൽ കഴിഞ്ഞു പോയതെന്ന് തിരിച്ചു ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരനുഭവം തന്നെയായിരുന്നു ഈ യാത്ര. അപ്പോൾ എല്ലാവരെയും നന്ദിപൂർവ്വം ഞങ്ങൾ ഇതിൽ ഓർക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വരണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം വീണ്ടും കാണാമെന്ന് കരുതുന്നു. കൂടാതെ ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുവാനും അവരോടൊക്കെ സംസാരിക്കുവാനും നമുക്ക് സമയം കിട്ടി. അതും ഈ നിമിഷത്തിൽ ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.